ഹലോ ഗൈസ്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിന് തംബ്നെയിൽ ഉണ്ടാക്കി, ആകർഷണീയമായ തംബ്നെയിലുകൾ ഉണ്ടാക്കി അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും പാട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ. എഡിറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, ബട്ട് തംബ്നെയിൽ ഉണ്ടാക്കി അത് പ്രസന്റ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും പാട്. അപ്പൊ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടിയാലോ? നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ യൂട്യൂബർ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് വേണ്ടി ഒരു തംബ്നെയിൽ ഉണ്ടാക്കി, അത് പുള്ളിക്കാരന്റെ സിനിമ ഇഷ്ടപ്പെടാതെ ആ തംബ്നെയിൽ മാറ്റി ഒരു 2 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ട്വിറ്റർ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കടമായിട്ട് അങ്ങ് എടുത്തു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, അതും കറക്റ്റ് ഈ പോയിന്റിൽ ആ തംബ്നെയിൽ ഉപകരിക്കും. ഇതാണ് ആ തംബ്നെയിൽ. ഈ തംബ്നെയിലാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തംബ്നെയിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മലയാളത്തിന്റെ മഹാ അത്ഭുതം, യെസ്, 250 crore ഇൻഡസ്ട്രി ഹിറ്റ്. പോരെ? ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ ലാലേട്ടനെ സ്നേഹിക്കുന്നവർ, മോഹൻലാലിന്റെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി മാറിയിരിക്കുന്നു എമ്പുരാൻ. അതിന് ഉദാഹരണമാണ് ഈ 250 crore, അതായത് 11 ദിവസം കൊണ്ട് ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഹിസ്റ്ററി. ഓക്കെ, ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ്. അതും സത്യത്തിൽ 71 ദിവസം എടുത്തു ഈ ഒരു അച്ചീവ്മെന്റ് എടുക്കാൻ. അതായത് 250 കോടി കളക്ട് ചെയ്യാൻ 72 ദിവസത്തോളം എടുത്തു. എന്തായാലും താങ്ക് യു മൈ ഡിയർ യൂട്യൂബർ. നിങ്ങൾ ഈ തംബ്നെയില് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കാതിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഇനി കുറച്ച് അപ്ഡേറ്റുകളാണ്. ഏപ്രിൽ മാസം, ഈ മാസം ആണ് ഏറ്റവും കൂടുതൽ സിനിമകൾ, ഹൈപ്ഡ് ആയിട്ടുള്ള സിനിമകൾ റിലീസാകാൻ പോകുന്നത്. ഏപ്രിൽ 10 ബസൂക്ക, ആലപ്പുഴ ജിങ്കാന, പിന്നെ മരണമാസ്, അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലർ വന്നിരിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലിയുടെയാണ്. സോ ബട്ട് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന മമ്മൂക്കയുടെ ബസൂക്കയാണ് ആദ്യ ദിവസം തന്നെ. പിന്നെയുള്ളത് ഏപ്രിൽ 25 നമ്മുടെ തരുമൂർത്തി ഡയറക്ട് ചെയ്ത തുടരും. അപ്പോൾ യൂട്യൂബർമാരോടും, പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ളവരോടും, പിന്നെ ഹേറ്റേഴ്സിനോടും ഡീഗ്രേഡേഴ്സിനോടും പറയാനുള്ളത്, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇവർ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവര് ഫ്ലോപ്പ് സിനിമകൾ എടുത്താലും ഒരൊറ്റ സിനിമ മതി ഇവരുടെ സ്റ്റാർഡം ഒരു കേടുപാട് പോലും ഇല്ലാതെ ഈ ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ ഒരു സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കാൻ ഇവർക്ക് ദേ ആർ കേപ്പബിൾ ആക്ച്വലി. സോ താങ്ക് യു മൈ ഡിയർ യൂട്യൂബർ ഫോർ ദ തംബ്നെയിൽ. ആൻഡ് നമുക്ക് ഏപ്രിൽ 10 കാണാം. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ബട്ട് പല ആൾക്കാരോടും എന്നോട് പറഞ്ഞിരിക്കുന്നത് അഭിലാഷം നല്ലൊരു സിനിമയാണെന്നാണ്. അത് കാണാനുള്ള സമയം കിട്ടിയില്ല സത്യത്തിൽ, അത് കാണണമെന്നുണ്ട്. ബട്ട് ഇനി എപ്പോഴും എന്ന് നിൽക്കില്ല, കാരണം ഏപ്രിൽ മാസം ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. ഈ അഭിലാഷം സത്യത്തിൽ മെയ് മാസം ഇറക്കിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ലാഭം കിട്ടിയേനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എമ്പുരാന്റെ കൂടെ ഇറക്കിയത് കൊണ്ട് അവർക്ക് എന്തുമാത്രം അവർക്ക് ലാഭം ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ബട്ട് നല്ലൊരു സിനിമയാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് കാണണമെന്നുണ്ട്, എപ്പോഴെങ്കിലും കാണും. സോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് തുടർന്നുകൊണ്ടേയിരിക്കും.